എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങൾ കാണാൻ പോകുന്ന മുഴുവൻ പൂക്കൾ, പഴങ്ങൾ, ഗ്രീനറി അങ്ങനെ പല വകയാണ്. അതെല്ലാം ഞാൻ നിങ്ങളെ കാണിക്കാൻ പോവുകയാണ്. ഇപ്പോൾ 2 പൂക്കൾ നിങ്ങൾ കണ്ടു കഴിഞ്ഞു. ഇപ്പോൾ കാണുന്ന മൂന്നാമത്തെ ഒരു പൂവാണ്. എല്ലാത്തിൻ്റെയും പേരൊന്നും എനിക്കറിയില്ല. പേരറിയുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഇത് രണ്ടും ഒരു കുടുംബത്തിൽപ്പെട്ട ആൾക്കാരൊന്നും തോന്നുന്നു. ഒന്ന് ഓറഞ്ച്, ഒന്ന് യെല്ലോ. ആദ്യം കണ്ടത് ഫസ്റ്റ് കണ്ട ചെമ്പരത്തിയാണ്. അതിനുശേഷം പിന്നെ രാത്രി വിടരുന്ന ഒരു ചെറിയ പൂവാണ്. അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, അതിൽ പേരുണ്ട്. ഇത് പഴമാണ്. ഇതാണ് സ്റ്റാർ ഫ്രൂട്ട്. സ്റ്റാർ ഫ്രൂട്ട് ഒരാഴ്ച മുമ്പ് ഹാർവെസ്റ്റ് ചെയ്താണ്. വലിയ മധുരമൊന്നുമില്ല, എങ്കിലും കഴിക്കാം. ഒരു ചെറിയ പുളിമധുരമാണ്. ഇതാണ് വലിയ അറേബ്യൻ ജാസ്മിൻ. വലിയ ചക്കമുല്ല, ഉണ്ടമുല്ല എന്നൊക്കെ പറയും. നല്ല മണമാണ് പൂത്ത് വിരിഞ്ഞു കഴിഞ്ഞാൽ. ഇതെൻ്റെ തോട്ടത്തിൽ നിന്ന് ഞാൻ കഴിഞ്ഞ ആഴ്ച ഹാർവെസ്റ്റ് ചെയ്ത മെറൂൺ ആൻഡ് ഗ്രീൻ സീതപ്പഴമാണ്. അതിൻ്റെ ഒരു വീഡിയോ ഞാൻ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. അത് ഈ ചാനലിൽ തന്നെ ഉണ്ട്. ഇത് ഗ്രീൻ സീതപ്പഴമാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പച്ച പാഷൻ ഫ്രൂട്ടാണ്, പഴുത്തിട്ടില്ല. ഇത് അതിൻ്റെ പൂവാണ്, പാഷൻ ഫ്രൂട്ടിൻ്റെ പൂവാണ്. അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൽ വണ്ട് ഇരുന്ന് തേൻ കുടിക്കുന്നത്, വലിയ കാർപ്പൻ്റർ ബി വന്നിരുന്ന് തേൻ കുടിക്കുന്നതിൻ്റെ ഒരു വീഡിയോ ഞാൻ വേറെ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് പൂവാണ്, പാഷൻ ഫ്രൂട്ടിൻ്റെ. നല്ല പച്ച വലിയ പഴമാണ് ഇപ്പോൾ ഉള്ളത്. പഴുത്ത് കഴിഞ്ഞാൽ മഞ്ഞ നിറാവും. ഇപ്പോൾ കാണുന്നത് സ്ട്രോബെറിയാണ്. സ്ട്രോബെറി ഇവിടുത്തെ അല്ല, ഇത് മൾബറി പഴമാണ്. എൻ്റെ തോട്ടത്തിലുള്ളതാണ്. ഒരു മരമേ ഉള്ളൂ. അതിൽ നിന്ന് ഞാൻ ഹാർവെസ്റ്റ് ചെയ്തതാണ് കുറച്ച് പഴങ്ങൾ. ഇത് മത്തങ്ങയാണ്, പംകിൻ. അത് എൻ്റെ തോട്ടത്തിലുള്ളതാണ്. ഇപ്പോൾ കാണുന്ന ഞൊട്ടാഞ്ഞൊടിയനാണ്. ഞൊട്ടാഞ്ഞൊടിയൻ എന്ന് പറയും, പല പേരുകളിൽ അറിയപ്പെടുന്നത്. ഇത് താമരയാണ്, ചുവന്ന താമരപ്പൂവാണ്. അല്ലെങ്കിൽ പിങ്ക് അല്ലെങ്കിൽ റെഡ് എന്ന് പറയാം. പിങ്കാണ്, കൂടുതൽ പിങ്കിഷാണത്. ഇത് ഞാനൊരു സ്ഥലത്ത് പോയപ്പോൾ അവിടെ നിന്ന് എടുത്തതാണ്. താമരക്കുളത്തിൽ നിന്ന് എടുത്ത ഫോട്ടോസാണ്. അത് വിരിഞ്ഞതുണ്ട്, വിരിയാത്തതുണ്ട്, രണ്ടുമുണ്ട്, മുട്ടുകളുണ്ട്. ഇത് അവിടെ നിന്ന് തന്നെ എടുത്ത ഗ്രീനറിയാണ്. നല്ല പച്ച വിരിച്ച സ്ഥലമാണ്. ചെറിയ കുന്നും മലകളൊക്കെ ഉള്ള സ്ഥലമാണ്. അവിടെ അല്പം മഴക്കാരൊക്കെ ഉള്ള സമയത്ത് എടുത്ത ഫോട്ടോസാണത്. നല്ല ഗ്രീനറിയാണ്. പുത്തൂരാണത്, പുത്തൂർ. ഇതൊരു പഴച്ചെടിയാണ്, വള്ളിച്ചെടിയാണ്. ഇതിൻ്റെ പേര് സ്റ്റിങ്കിങ് ഫാഷൻ ഫ്രൂട്ട് എന്ന് പറയും. അത് ഇപ്പോൾ വളരെ അപൂർവമായിട്ടേ നമ്മുടെ നാട്ടിൽ കാണുന്നുള്ളൂ. ഇതൊരു ഗ്രീനറിയാണ്, ലൊക്കേഷൻ ഗ്രീനറിയാണ്. ഇതൊരു ഹൈബിസ്കസിൻ്റെ മറ്റൊരു വെറൈറ്റിയാണ്. നമ്മൾ ആദ്യം കണ്ടത് ചുവപ്പാണ്. ഇത് ഡബിൾ കളറാണ്, നല്ല ഭംഗിയുള്ള പൂവാണത്. അത് ബദാമിൻ്റെ ഒരു ബ്രാഞ്ചാണ് നിങ്ങൾ കാണുന്നത്. പിന്നെ കുറച്ച് അതിൻ്റെ പിന്നിൽ കുറച്ച് ബാമ്പു ഉണ്ട്. ബാമ്പു അധികം വലുതാവുന്നതല്ല, ഭംഗിക്ക് വേണ്ടി വളർത്തുന്ന ചെറിയ ബാമ്പുവാണത്. ഇത് വൈൽഡ് ഫിഗ്സാണ്. ഇത് കഴിക്കാൻ കൊള്ളില്ല. ഫിഗ്സ് എന്ന് പറയും, FIGS. കഴിക്കാൻ കൊള്ളില്ല. അത് കാണാൻ നല്ല ഭംഗിയാണ്, ഒരുപാടുണ്ട്. ഇത് ചേമ്പലയാണ്, മഴ കഴിഞ്ഞ ഉടനെ എടുത്തതാണ്. ചേമ്പലയിൽ മഴവെള്ളം നിൽക്കുന്നതാണ്. നാടൻ ചേമ്പാണ്. എൻ്റെ തോട്ടത്തിലെയാണ്, ഇവിടെ ഉള്ളതാണ്. അതിൻ്റെ ഇടയിൽ പൈനാപ്പിൾ കാണാം. ഇതെൻ്റെ സുഹൃത്തിൻ്റെ വീട്ടിലെ റംബൂട്ടാൻ ഹാർവെസ്റ്റ് ചെയ്തു. കഴിഞ്ഞ മാസം എടുത്ത ഫോട്ടോസാണ്. ഹാർവെസ്റ്റിംഗ് പൂർത്തിയായി, കംപ്ലീറ്റ് കഴിഞ്ഞു. ഇത് നമ്മുടെ തോട്ടത്തിലെയാണ് ചക്ക. 3 ട്വിൻസാണ്, സയമീസ് ട്വിൻസ്. ഒട്ടിപ്പിടിച്ചിരിക്കുകയാണ്, 2 എണ്ണം വീതം. ജാക്ക് ഫ്രൂട്ട്സ്. ഇതാണ് സുപ്രസിദ്ധമായ ക്യൂന ഫ്രൂട്ട്സ് എന്ന് പറയുന്ന പഴമാണിത്. മാംഗോസ്റ്റീൻ എന്ന് പറയും, മാംഗോസ്റ്റീൻ. ഇത് റംബുട്ടാനാണ്. അതേ മരത്തിൽ നിന്ന് അതിന് മുമ്പ് എടുത്തൊരു ഫോട്ടോ ആണ്. വളരെയധികം പഴുക്കുന്നതിന് മുമ്പ് എടുത്തൊരു ഫോട്ടോ ആണത്. ഇത് ഞാൻ എൻ്റെ മറ്റൊരു സുഹൃത്തിൻ്റെ വീട്ടിൽ പോയപ്പോൾ അവിടെ നിന്ന് എടുത്തതാണ്. ഇത് ചെറിയ റംബുട്ടാൻ മരത്തിലാണ്, നല്ല കൊലകൊലയായിട്ട് ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ മാസം എടുത്ത ഫോട്ടോ ആണത്. ഇത് അവിടെ നിന്ന് തന്നെയാണ്. അവിടെ ഞാൻ ഗ്രാഫ്റ്റ് ചെയ്ത മാവാണ് എൻ്റെ പിന്നിൽ കാണുന്നത്. അതിൽ 2-3 ബ്രാഞ്ചസ് പിടിച്ചിട്ടുണ്ട്. ഇപ്പോൾ ചക്കയുടെ ഒരു വലിയ ഹാർവെസ്റ്റ് ഉണ്ടായിരുന്നു കഴിഞ്ഞ മാസം. ഇത് കഴിഞ്ഞ മാസം എടുത്ത ഫോട്ടോസാണ്. ഒരുപാട് ചക്ക, 10, 40, 50 ചക്ക പ്ലാവിൽ നിന്ന് കിട്ടി. പലപ്പോഴായിട്ട് നമ്മൾ ഹാർവെസ്റ്റ് ചെയ്തു. അതിൽ ഒന്നാണ് ഇരിക്കുന്നത്, നല്ല പാകമായതാണ്. ഇത് എൻ്റെ തോട്ടത്തിലെ തന്നെ
മൂവാണ്ടൻ മാങ്ങ, പൈനാപ്പിൾ എല്ലാം ഇവിടെ നിന്ന് ഞാൻ ഹാർവെസ്റ്റ് ചെയ്തതാണ്. എല്ലാം എൻ്റെ തോട്ടത്തിലാണ്. എനിക്ക് 500-600 പൈനാപ്പിളുണ്ട്. ഇത് സീതാർകുണ്ട് എന്ന് പറയുന്നൊരു സ്ഥലത്ത് നിന്ന് എടുത്ത ഫോട്ടോ ആണ്. സീതാർകുണ്ട് അവിടെ ഒരു വെള്ളച്ചാട്ടമുണ്ട്, പേര് കേട്ടോ. പക്ഷേ അത് തമിഴ്നാട്ടിലാണെന്ന് തോന്നുന്നു. പാലക്കാട് എന്ന് കുറച്ച് കിഴക്കോട്ട് പോകണം. അവിടെ നിന്ന് എടുത്ത ഫോട്ടോസാണ് ഇതൊക്കെ, സീതാർകുണ്ട്. പക്ഷെ അന്ന് സമ്മർ ആയതുകൊണ്ട് കഴിഞ്ഞ മാസമാണ് അവിടെ വെള്ളച്ചാട്ടമൊന്നുമില്ല, കാണാൻ പറ്റിയില്ല. ഒരു ചെറിയൊരു കുഴിയിൽ കുറച്ച് വെള്ളം, അത് അതിൻ്റെ അടുത്തുനിന്ന് തന്നെ ഒരു ഓൺ ദ വേ നമ്മളെടുത്ത കുറച്ച് ഗ്രീനറിയാണ്. ഇത് മറ്റൊരു സ്ഥലത്ത് നിന്ന് എടുത്ത ഗ്രീനറിയാണ്. തൃത്താലടുത്തൊരു സ്ഥലം, എൻ്റെ ഒരു സുഹൃത്തിൻ്റെ വീട്ടിൽ പോയി, അപ്പോൾ അവിടെ നിന്ന് എടുത്ത ഗ്രീനറിയാണ്. ഇത് മുഴുവൻ അവിടെ നിന്നാണ്, തൃത്താലടുത്തുള്ള സ്ഥലമാണ്. അവിടെ ചെറിയൊരു ലേക്ക് ഉണ്ട്. ആ ലേക്കിൻ്റെ സൈഡിൽ നിന്നാണ് ഈ ഫോട്ടോ എടുക്കുന്നത്. ആ ലേക്ക് നിങ്ങൾക്ക് ഇപ്പോൾ കാണാം. മനോഹരമായിട്ടുള്ള ലേക്കാണ്. എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നല്ല ക്ലൗഡാണ്. ഇത് നമ്മുടെ വളരെ വേണ്ടപ്പെട്ട എൻ്റെ ഒരു സുഹൃത്ത് തന്ന ഒരു ഡ്രാഗൺ ഫ്രൂട്ട് മുറിച്ച് ഞാൻ നിങ്ങളെ കാണിക്കുകയാണ്. അപ്പോൾ കഴിക്കാനായിട്ട് മുറിച്ചതാണ്. ഇത് എൻ്റെ വീട്ടിലുള്ള ചെന്തെങ്ങാണ്. ഇതിലൊരു വലിയ ബഞ്ചിൽ ഞാൻ ഹൈബ്രിഡ് ആയിട്ടുള്ള വിത്തുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്, അതൊക്കെ നട്ടിട്ടുണ്ട്. ഇത് ഒരു ട്വിൻസ് മാങ്ങയാണ്. വളരെ അപൂർവമായിട്ട്, വളരെ റെയറായിട്ട് ഞാൻ എൻ്റെ തോട്ടത്തിൽ കണ്ടതാണ്. ഇത് 2 വെറൈറ്റി മാങ്ങകളാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. ഇപ്പോൾ കാണുന്നത് നീലം മാങ്ങയാണ്, ഇത് മൂവാണ്ടൻ മാങ്ങയാണ്. 2 വെറൈറ്റി. ഇത് ആ ട്വിൻസ് മാംഗോ ആണത്, ട്വിൻസ്. വളരെ സ്ട്രേഞ്ച്, റെയർ. ഇതാണ് ബ്ലഡ് ലില്ലി എന്ന് പറയുന്നത്. നമ്മുടെ തോട്ടത്തിൽ, പൂന്തോട്ടത്തിൽ, വീടിൻ്റെ മുമ്പിലുള്ളതാണ് ബ്ലഡ് ലില്ലി. ഇത് വേനൽക്കാലത്ത് മാത്രം ഉണ്ടാകുന്നൊരു പൂവാണ്. വേനൽ അവസാനമാണ് ഇത് ഉണ്ടാവുക. ഇപ്പോൾ കാണുന്ന സീതപ്പഴത്തിൻ്റെ പൂവാണ്. ആ പൂവ് ഇത് 1 മാസം മുമ്പ് എടുത്താണ്. ഇപ്പോൾ അതൊക്കെ കായായി. ഇത് കായായിട്ട് നിൽക്കണം, പച്ച. കുറേ പഴുത്ത് കിട്ടി. ഇത് റംബുട്ടാൻ ഹാർവെസ്റ്റ് ഞാൻ എൻ്റെ സുഹൃത്തിൻ്റെ വീട്ടിലായാലും മാംഗോസ്റ്റീനും കാണാം. അന്ന് മാംഗോസ്റ്റീൻ പഴുത്ത് തുടങ്ങണേ ഉള്ളൂ. മാംഗോസ്റ്റീൻ കുറവായിരുന്നു. ഇത് നമ്മുടെ വീട്ടിൽ സാധാരണ മരങ്ങളിൽ കാണുന്ന ഇത്തിക്കണ്ണിയുടെ പൂവാണ്. അതിൻ്റെ ഒരു വിത്തുണ്ട് നടുവിൽ, ഇത്തിക്കണ്ണി. അതൊരു പാരസൈറ്റാണ്, പാരസൈറ്റ് പ്ലാന്റ്. ഇത് എൻ്റെ തോട്ടത്തിലെ പൈനാപ്പിളാണ്, ഒരു ഭാഗമാണ് കാണുന്നത്. വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം. സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.